മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഭരണത്തിൻ്റെ 9ാം വർഷമാണ്. ആദ്യ വർഷം കയറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് ഉദ്യോഗസ്ഥന്മാരിൽ അവതാളങ്ങളും വേതാളങ്ങളും അവതാരങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരെയും പിടിക്കും, ജയിലിലിടും ഒക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ 7 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് വിജിലൻസിൽ പോയി കേസൊക്കെ ആളുകൾ കൊടുക്കുമ്പോൾ വിജിലൻസിൽ പോയി രൂപയൊക്കെ കൊടുക്കുമ്പോൾ മഷി പുരട്ടിയ നോട്ടുമൊക്കെ കൊടുത്ത് അങ്ങനെ പലരെയും ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് സസ്പെൻഷൻ നടക്കുമ്പോൾ പാതി ശമ്പളം കിട്ടും, പിന്നെ അവർ അതെല്ലാം കഴിഞ്ഞ് ക്ലിയറായി കോടതിയിൽ പോയി അവിടെ ഇവിടെയൊക്കെ പോയി തിരിച്ചു വരും. ഇപ്പൊ തന്നെ 700 പേർ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു, 10-25 പേര് കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, 16 പേർ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അതെല്ലാം നല്ല കാര്യം. പക്ഷെ എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களോട് പറയുവാനുള്ളത്, ഒരു 7 പേരെ കാരാഗൃഹത്തിൽ പിടിച്ചിടാൻ പറ്റുമോ? 700 പേര് അവിടെ നിൽക്കട്ടെ, 700 പേര് നിരീക്ഷണത്തിൽ നിൽക്കട്ടെ, ഒരു 7 പേരെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ? ഓൺ ദ സ്പോട്ട് പിരിച്ചുവിടാൻ പറ്റുമോ? പിന്നെ അവരെ തിരിച്ചെടുക്കാം. ഓൺ ദ സ്പോട്ട് അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? തെളിയിക്കപ്പെട്ടാൽ അവർ കോടതിയിലൊക്കെ പോകട്ടെ, സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് നിർത്തുന്നു. സസ്പെൻഷൻ കാലയളവിൽ പകുതി ശമ്പളം കൊടുക്കുന്നു. അവർ പലരും ആ കാലയളവിൽ പോയി മറ്റ് പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നു. ചിലർ സുഖവാസ കേന്ദ്രത്തിൽ പോകുന്നു. ചിലർ അതും കൂടെ കണക്കാക്കി ഒരു നല്ല തമാശ പറയാറുണ്ട്. 6 മാസത്തേക്ക് സസ്പെൻഷനിൽ പോയാൽ 6 മാസത്തേക്ക് കൂടെ ഉള്ള പൈസയും കൂടെ കണക്കാക്കി അഴിമതി നടത്തിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. 5-10 കോടി രൂപ അഴിമതി നടത്തിയാൽ പിന്നെ 6 മാസം സസ്പെൻഷനിൽ നിന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നൊരു തമാശ ഈ സർവീസ് രംഗങ്ങളിൽ പറയാറുണ്ട്. ജയിലിൽ പിടിച്ചിടാൻ കഴിയുമോ? ക്രിമിനൽ കുറ്റമാക്കി മാറ്റാൻ കഴിയുമോ? സിവിൽ കോടതിയിൽ പോയാൽ പോരാ, സിവിൽ കുറ്റമാക്കിയാൽ പോരാ, ക്രിമിനൽ കുറ്റമാക്കി ജയിലിൽ പിടിച്ചിടാവോ? ഒരു 10 പേരെ പിടിച്ചിട്ടാൽ മതി, ഈ സിസ്റ്റം അങ്ങ് ക്ലിയർ ചെയ്യും. ഇത് ഈ പറയുന്നതല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ 9ാമത്തെ വർഷമാണ് ഇത് പറയുന്നത് മുഖ്യമന്ത്രി. വർഷം 9 കഴിഞ്ഞു പോയി. ഇതിനിടയിൽ തന്നെ 10 പേരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയും 15 പേരെ ജോലി കളയുകയും ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയിൽ ഒരു ഭയമുണ്ടാവുകയും ഗവൺമെന്റിൽ ഒരു ഭീതി ഉണ്ടാവുകയും ജനങ്ങൾ ചെയ്യാതിരിക്കുമായിരുന്നു ഉദ്യോഗസ്ഥർ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനും പേര് കേട്ടിട്ടുള്ള എബ്രഹാം അവിടെ കൂടെയുണ്ട്, KM എബ്രഹാം കൂടെയുണ്ട്. അദ്ദേഹം കേസ് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈ കഴുകുക എന്നതുപോലെയുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അത് ശരിയല്ല. എത്ര മിടുക്കനാണ്, കഴിവുള്ള ആളായാലും എബ്രഹാമിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ വന്ന സ്ഥിതിക്ക്, കരിനിഴലിൽ വന്ന സ്ഥിതിക്ക്, കേസിൽ വന്ന സാഹചര്യത്തിൽ മാറ്റി നിർത്തണം. ഈ 700 പേരിൽ എബ്രഹാം ഉണ്ടോ? അഴിമതി നടത്തിയല്ലേ, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതും അഴിമതിയല്ലേ? അപ്പോൾ 700 പേരുടെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് വളരെ നല്ല കാര്യം, അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പക്ഷേ പ്രശ്നം ഇത്രയാണ്, ആളുകളെ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്താൽ അവർ പൂർവാധികം ശക്തിയായി തിരിച്ചു വരും, അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യും. കാശുണ്ടാക്കുന്നവൻ കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ കാശുണ്ടാക്കുന്നവൾ, സ്ത്രീകളും മോശമല്ല ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം വളരെ നല്ല രീതിയിലാണ് കാശുണ്ടാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വില്ലേജ് ഓഫീസർ, സരസ്വതി അമ്മ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസർ മാതൃക വില്ലേജ് ഓഫീസ് ഉണ്ടാക്കി. അവിടെ എഴുതിയും വെച്ചിരുന്നു മാതൃക വില്ലേജ് ഓഫീസ് എന്ന്. 5 പൈസ കൈക്കൂലി വാങ്ങുന്നില്ലായിരുന്നു. പക്ഷെ അവർ മാറിയതോടുകൂടി, അവർ റിട്ടയർ ആയതോടുകൂടി ആദ്യം എടുത്ത് ദൂരെ ഇറങ്ങിയത് ആ മാതൃക വില്ലേജ് ഓഫീസ് എന്ന ബോർഡാണ്. വെഞ്ഞാറമൂട്ടിൽ മാതൃക വില്ലേജ് ഓഫീസ് ഉണ്ടായതുപോലെ തന്നെ മാതൃക പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി. അവിടെ വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഓഫീസ് മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെക്കുകയും അതിനാവശ്യമായ സഹായമൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു അവിടെ. പക്ഷെ അതും ആ ബോർഡും എടുത്ത് ദൂരെ കളഞ്ഞ് ഇപ്പോൾ മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചിട്ടില്ല. മാതൃക വില്ലേജ് ഓഫീസൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഓഫീസർമാർ സത്യസന്ധമായി വന്ന് പ്രവർത്തിച്ചാൽ പോലും അവർക്ക് സാഹചര്യമില്ലാത്തൊരു നാടാണിത്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് പരിപാടിയെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും പിടിക്കപ്പെടുന്ന ആളുകളെ അവരെ ആദ്യം പിരിച്ചുവിടുക, പിന്നെ അവർ നിരവധി ആണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. അങ്ങനെയും ചിന്തിക്കുക. രണ്ടാമത്, അല്ലെങ്കിൽ സസ്പെൻഷൻ എന്നുള്ള എടുത്തു കളഞ്ഞ് ഡിസ്മിസ് ചെയ്യുക. പ്രൂവോട് കൈയോടെ പിടിക്കുകയല്ലേ പല ആളുകളെയും, കൈയോടെ പിടിച്ചിട്ട് പിന്നെ എന്ത് തെളിവ് അന്വേഷണം? അപ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്യുക, ജയിലിൽ കൊണ്ടിടുക, തെളിയിച്ചിട്ട് പുറത്ത് വന്നാൽ മതി. അങ്ങനെ കുറച്ചുകൂടി കർശനമായ നിയമങ്ങൾ വന്നാൽ, പലരെയും പിരിച്ചുവിട്ടാൽ, കുറച്ചുപേര് ജയിലിൽ പോയാൽ തീർച്ചയായിട്ടും സിസ്റ്റത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം സാർവത്രികവൽക്കരിച്ചിട്ടിരിക്കുകയാണ്. RTO ഓഫീസിലും വില്ലേജ് ഓഫീസിലും KWയുടെ കണക്ഷൻ കിട്ടാനും ഇലക്ട്രിസിറ്റി പോലുള്ള കണക്ഷൻ കിട്ടാനും ഒക്കെ കൃത്യമായ പടി വർഷങ്ങളായിട്ടുണ്ട്. ഇവിടെ സത്യസന്ധരായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, ഒരു തർക്കമില്ല അതിനകത്ത്. ഒരുപാട് യൂണിയനുകൾ ഇതിനെതിരെ സമരം ചെയ്യുന്നുണ്ട്, കർശനമായ നിലപാടെടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഇരുട്ടിന്റെ മറവിൽ ഈ അഴിമതി നടക്കുന്നുണ്ട്, സ്വജനപക്ഷപാതം നടക്കുന്നുണ്ട്, കൈക്കൂലി ഉണ്ട്. അത് സത്യമായിട്ട് കൈക്കൂലി ഉണ്ട്. ഇവിടെ മുമ്പ് ഒരു പ്ലാനിംഗ് ബോർഡ് അംഗം, അദ്ദേഹം തിരുവനന്തപുരത്ത് വീട് വെച്ചപ്പോൾ വീടിന് കരം കിട്ടാൻ വേണ്ടി അദ്ദേഹം
കോർപ്പറേഷൻ ഓഫീസിൽ തൻ്റെ ഡ്രൈവറെ പറഞ്ഞു വിട്ടപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാറിൻ്റെ പേരവിടെ പറയട്ടെ, സാർ പ്ലാനിംഗ് ബോർഡ് അംഗമല്ലേ, അപ്പോൾ പെട്ടെന്ന് വന്ന് ചെയ്തു തരുമായിരിക്കുമെന്ന്. അപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗം പറഞ്ഞു, എൻ്റെ പേരൊന്നും പറഞ്ഞുകളായിരുന്നു, നീ അവിടെ പോയി എൻ്റെ പേര് പറഞ്ഞാൽ അവർ സമയത്ത് ചെയ്തു തരത്തേയില്ല, പിന്നെ കൈക്കൂലി വാങ്ങുകയുമില്ല, കൊടുക്കണ പൈസ വാങ്ങുകയില്ല, സമയത്ത് ചെയ്തും തരത്തില്ല. എൻ്റെ പേര് പറഞ്ഞാൽ അവർ പൈസയും വാങ്ങത്തില്ല, ചെയ്തും തരത്തില്ല. നീ അതുകൊണ്ട് ഒന്നും പറയണ്ട, നീ കൊണ്ട് പൈസ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക, ബോർഡ് വെച്ച വണ്ടിയിലും അവിടെ പോകരുത്, നീ വണ്ടി ദൂരോട്ട് മാറ്റിയിട്ടിട്ട് പോയി കാര്യങ്ങൾ പറയുക, ചെയ്തുകൊള്ളുക. പ്ലാനിംഗ് ബോർഡ് അംഗത്തിൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വാചകത്തിലോ പേപ്പറിലോ മാത്രം തീരുന്നതല്ല. എത്ര ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഒക്കെ കൊണ്ടുവന്നാലും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സംവിധാനം ഉദ്യോഗസ്ഥർക്ക് അറിയാം. അതുകൊണ്ട് സസ്പെൻഷൻ ഒഴിവാക്കി ഡിസ്മിസിലേക്ക് പോവുകയും കുറച്ച് പേരെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്താൽ തീർച്ചയായും ഈ രംഗം ശുദ്ധീകരിക്കപ്പെടും. അതിനുള്ള ഊർജ്ജമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കേണ്ടത്.